ഈ 10-15,000 പേരുടെ ബോഡികളാണ് ഈ ഗാസയിലെ റബിൾസിൽ കിടക്കുന്നത്, അതായത് ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് നായ്ക്കളൊന്നും ആഹാരം, കാരണം വേറെ സംഭവമൊന്നുമില്ല, ആൾക്കാരങ്ങ് പോയില്ല, പിന്നെ നായ്ക്കൾ ഇവിടുന്ന ആഹാരം ഇവിടുന്ന. ഇതിനൊക്കെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഇതിനൊക്കെ ചരിത്രപരമായിട്ട് ബ്ലണ്ടതും മണ്ടത്തരവും കാണിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ നാണക്കേടെന്ന് പറയുന്ന കേരളത്തിലെ പല സാറ്റലൈറ്റ് മീഡിയയും യൂട്യൂബ് മീഡിയയും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നിങ്ങളെന്ത് നേടി? കുറച്ച് തീവ്രവാദം പറയാനുണ്ടായി, അൾട്ടിമേറ്റ്ലി ഒന്നും നേടി, ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇത് ഗാസയ്ക്ക് വല്ല തീരുമാനമൊന്നും ഉണ്ടായില്ല, പാലസ്തീന് വല്ല അതിനും തീരുമാനം ഉണ്ടായില്ല. ഈ പറയുന്ന റീകൺസ്ട്രക്ഷനും ഈ പാലസ്തീൻ കാര്യമൊന്നും, ഈ സംഭവം ഞാൻ ആദ്യം മുതലേ പറയുന്ന അമേരിക്ക അഗ്രി ചെയ്യത്തില്ല. ഈ രാജ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ അഗ്രി ചെയ്തു എന്നും പറഞ്ഞ് ഫർദറായിട്ടൊന്നും അഗ്രി ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് ഫർദർ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന തിളച്ചുകൊണ്ടും വിപ്ലവമൊന്നും നടക്കത്തൊന്നുമില്ല. അമേരിക്കയുടെയും ചില രാജ്യങ്ങളിലെ താല്പര്യങ്ങളുണ്ട്, അവരത് സംരക്ഷിക്കും. അതിനനുകൂലമായിട്ടുള്ള മറ്റു രാജ്യങ്ങളെ അവരുടെ കൂടെ കൂട്ടും. അതുകൊണ്ടാണ് ഉർദുഗാൻ ചുമ്മാ വിടുവാതരം പറയുന്നതേ ഉള്ളൂ. അയാൾക്ക് അനങ്ങാൻ കഴിയത്തില്ല. അയാൾ അവിടെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകാൻ പോകുന്ന ടർക്കിയിലാണ്. ഇതാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനകത്ത് അമേരിക്കയുടെ പ്രാധാന്യം. അവരാണ് തീരുമാനിക്കുക, അവരത് നടപ്പിലാക്കും, അവർ ഫോളോ ചെയ്യുന്നതിന് അവർ കൂടെ കൊണ്ടുപോകും.